നെസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാം അല്ലേ. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് എടുത്ത കുറച്ച് വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളോട് പറയാനുള്ളത്, അപ്പോൾ നാളെ മൊഹറം 1 അപ്പോൾ ആ ദിവസം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താഗ്രഹിച്ചാലും ആ കാര്യം നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഒരു വർഷത്തിനുള്ളിൽ നടക്കും. പിന്നെ ചീത്തയായ കാര്യങ്ങളോ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന കാര്യങ്ങളോ ഒന്നും ആഗ്രഹിക്കേണ്ട കേട്ടോ. നമുക്ക് നല്ല കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആഗ്രഹിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അതാ എനിക്ക് എപ്പോഴും ഈ ചക്കൻ്റെ ഈ ഭാഗത്ത്, ഈ പ്ലാവിൻ്റെ ഭാഗത്തൊക്കെ എത്തുമ്പം ഇത് വെറുതെ ഒന്ന് വീഡിയോ എടുത്തിടാൻ എനിക്ക് തോന്നും കേട്ടോ. എന്താ അറിയില്ല, എൻ്റെ മനസ്സങ്ങനെ പറയും. അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ കുറച്ച് ഭാഗം. മുറ്റത്ത് ആകെ എന്താ പറയുക, മഴ പെയ്യുമ്പോൾ വല്ലാതൊരു ചളി പോലെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് റെഡിയാക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് നേരത്തെ വന്ന കേട്ടോ. അപ്പോൾ വരുന്ന സമയത്ത് ഇതാ പഴംപൊരിയും പരിപ്പുവടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതപ്പോൾ കഴിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. പിന്നെ അതാ ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതാ കണ്ടപ്പോൾ ആകെ ബേജാറായിട്ടോ. അതാ ഒരു വാഷർ ഉണ്ടല്ലോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ, അപ്പോൾ അതിൽ മൊത്തത്തിൽ കരിമ്പം കുത്തിക്കിന് ആ ഒരു കളർ ചേഞ്ച് വന്നിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഈ കൂടുതലാകുന്നതിന് മുന്നേ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചിട്ട് നമ്മൾ ഈ അപ്പക്കാരും സുർക്കയും കുറച്ച് നമ്മൾ പാത്രം കണ്ട ലിക്വിഡും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഒക്കെ തേച്ച് കൊടുത്താണ് കേട്ടോ. അപ്പോൾ തേച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് ബ്രഷ് ഇട്ടിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ അപ്പോഴേക്കും ഞാൻ താഴെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടൊന്നുമില്ല, ഒക്കെ തുടച്ചെടുത്തതാണ്. ഷീറ്റ് വിരിച്ചതിനോട് തന്നെ നല്ല വൃത്തിയാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അത് തേച്ച് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ അത് ഒരു അരമണിക്കൂറിന് ശേഷം ആണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ പഴയ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളത് കൂടുതൽ വൃത്തികേടാവാതെ നിൽക്കുമ്പോഴാണ് അത് വൃത്തിയാവാതൊക്കെയും പിന്നെ നമുക്ക് ആകെ ഒരു വിഷമം വരികയും ചെയ്യുക. അപ്പോൾ ഈ കുറച്ച് സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളതൊക്കെ പുറത്തേക്ക് എടുത്തതാണ്. നാളെ മൊഹറം 1 ഇക്കാക്കൻ്റെ ഉപ്പൻ്റെ ആണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഉസ്താദിനെ വിളിക്കുന്നതും എല്ലാവരെയും വിളിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ തറവാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇക്കാക്കൻ്റെ വീട്ടിൽ നിന്നൊക്കെയാണ് കഴിക്കൽ. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ നിന്ന് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരോടും വരാൻ പറഞ്ഞതാണ് ഇങ്ങോട്ടേക്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് നോക്കിയപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഒഴിവാക്കാനും എടുക്കാനും ഒക്കെ ഉണ്ടായിനി. അപ്പോൾ എന്തൊക്കെ വേണ്ടി ലിസ്റ്റ് എഴുതുമ്പോൾ എൻ്റെ മുന്നേ ഒന്ന് നോക്കിയതാണ്. പിന്നെ തറവാട്ടിൽ നിന്ന് കുറച്ച് കറിവേപ്പിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ടായിനി. അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തേക്കാണ്. നാളേക്ക് അത് ആവശ്യമാണല്ലോ. പുറത്ത് കാക്കൻ്റെ അടുത്തൊന്ന് പോയി തിരിച്ച് വന്നപ്പോഴാണ് റേഡിയോയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഞാൻ കുറേ കാലമായിട്ട് തേടി നടക്കുന്ന ഈ ഒരു പാട്ട് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഏത് സിനിമത്താണ് എന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പാട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ പാട്ട് ഇഷ്ടമില്ലാത്തവർ എന്നോട് ക്ഷമിക്കണേ. ഞാൻ അടുക്കളയിലേക്ക് വരുമ്പോഴേക്കും പാട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ അടുക്കള ആകെ നാശമായി കിടക്കുകയാണ്, കുറേ പണികളുണ്ട്. അപ്പോൾ കൂടാതെ ഒന്നൊരു ചെറിയൊരു ഓർഡറും ഉണ്ട്. അപ്പോൾ ആദ്യം അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് വേണം ബാക്കി ഭക്ഷണം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ അടുത്തുള്ള പണിക്ക് പോകുന്നത്. 2 ചെറിയ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ മഴക്കാലത്ത് മുറ്റത്ത് പണിയിട്ടിടണ്ടേ. കുറച്ച് മെറ്റൽ പൊടി ഉണ്ടല്ലോ, അത് മെറ്റൽ പൊടി ബേബി മെറ്റലിൻ്റെ ചില്ലിയോ അങ്ങനെ എന്തോ ഒന്നാണ് കേട്ടോ. ബേബി മെറ്റലാണെങ്കിൽ പൂച്ച മൊത്തത്തിൽ അവിടെ നാശമാക്കും കേട്ടോ. ഈ പൂച്ചക്കാട്ടൊക്കെ ഉണ്ടാവും, ഭയങ്കര മണയ്ക്കും, മുറ്റത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല. അപ്പോൾ അതിൻ്റെയും ചെറിയൊരു ചില്ലി എന്നാണ് തോന്നുന്നുണ്ട് ഇതിൻ്റെ പേര്. അത് അടിച്ചാൽ നല്ലതാണ് കേട്ടോ. കുറേ കാലത്തേക്ക് നമ്മളെ മുറ്റത്ത് ചളിയൊന്നും ഉണ്ടാവില്ല, ആകെ നല്ല രീതിയിൽ കിടക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ചെറിയൊരു ഇതിനെ അടിച്ചതാണ്. പിന്നെ അതായത് ചെറിയൊരു ഭാഗം ഞാൻ വാവ വന്ന സമയത്ത് എടുത്തതാണ് കേട്ടോ. വാവയും മാനുമൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ അരി പൊടിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ പിന്നെ ആ പൊടിയിലേക്ക് പിന്നെ തേങ്ങയും ശർക്കരയും മറ്റുള്ളതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ പിടിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. ഞാൻ ഒരു റീൽസായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ. ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എന്നാലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഈ നല്ല മഴക്കാലത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നതും നമ്മൾ കഴിക്കുന്നതും ഒക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. പിന്നെ വേഗം ഞാൻ ചായ എടുത്ത് അങ്ങനെ കാക്ക എന്തോ കണക്ക് എഴുതുന്നതിൻ്റെ കൂടി കേട്ടോ ചായയൊക്കെ കൊണ്ടുവച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കുടിച്ച് അങ്ങനെ അത് എന്തായാലും നിങ്ങൾ കുട്ടികൾക്ക് ഒന്ന് റെഡിയാക്കി കൊടുത്തു നോക്കണ്ടി കേട്ടോ. ഇത് ഞാൻ അന്ന് പെരുന്നാൾ പിറ്റേന്ന് ഉമ്മൻ്റെ അടുത്ത് പോയി വരുമ്പോൾ കൊണ്ടുവന്നതിന് കർമൂസാണ് കേട്ടോ. അത് കുറേ ദിവസം ഒരാഴ്ച ഒറ്റ കഴിഞ്ഞതിന് ശേഷമാണ് അതൊന്നും നല്ലോണം പഴുത്ത് വന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, വാവ വന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അതിലിപ്പോൾ 2 റെസിപ്പിയും ഞാനതിൽ തന്നെയാണ് അന്ന് ചെയ്ത് വെച്ചതാണ്. പിന്നെ നല്ല മധുരം ഉണ്ടായിന് കേട്ടോ. റെഡ് ലേഡിയാണെന്ന് തോന്നുന്നുണ്ട്.
ഈ ഒരു ചക്ക ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് വറുത്തരച്ചിട്ട് നമ്മുടെ ഇറച്ചിക്കറി പോലെ വെക്കുന്നത്. അപ്പോൾ ഞാനെപ്പോഴും അത് പറയുന്നതിനെ കൊണ്ട് അത് കടയിൽ നിന്നിട്ട് കണ്ടപ്പോൾ കാക്ക വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ 40 റുപ്യറ്റാണ് ഒരു കിലോന്. ഈ പിന്നെ അങ്ങനെ അത് ഞാൻ പകുതി എടുത്ത് പിന്നെ കറിയും വെക്കാം, പകുതി നമ്മൾ തോരനും വെക്കാൻ വിചാരിച്ചിട്ട് മുറിച്ചതാണ്. പക്ഷെ മുറിച്ചപ്പോൾ തോരനുള്ളത് വലുതും കറിയൊക്കെ ഉള്ളത് ചെറുതുമായിപ്പോയി. പിന്നെ ഞാനത് ഒരു പ്രാവശ്യം സാമ്പാർ വെക്കുമ്പോൾ അതിലേക്ക് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് തോരൻ വെക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ ഇറച്ചിക്കറീൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ തോരൻ വെക്കുന്നത്. കറി വെക്കുകയല്ല, തോരനാണ്. പിന്നെ ഇത് പെട്ടെന്ന് കറുത്തു കേട്ടോ. നമ്മൾ മുറിച്ചാൽ അപ്പം തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം എന്നാണ് തോന്നുന്നത്. ഉപ്പിട്ട വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം. ഞാൻ കുറച്ചൊരു സമയം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വെള്ളത്തിലിട്ട് വെച്ചാൽ അപ്പോഴേക്കും ആ കളറ് മാറിയിട്ടുണ്ടായിന്. പിന്നെ അത് കുഞ്ഞാക്കിയിട്ട് ഞാൻ മുറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ഹെൽത്തിനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അത് എന്തൊക്കെയോ ബെനിഫിറ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അതിൻ്റെ സീസണാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടി കേട്ടോ. പിന്നെ അതേപോലെ കുറച്ച് ബീഫ് ഉണ്ടായിന്. അത് ഒന്ന് പൊരിക്കാൻ വിചാരിച്ച്. അപ്പോൾ വാവുള്ള സമയത്തേക്ക് ഞാൻ വേണ്ടി എടുത്ത് വെച്ചതിന് കേട്ടോ അന്ന്. അപ്പോൾ അത് കുറച്ച് ഇറച്ചെടുത്തിട്ട് പിന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് പിന്നെ കുറച്ച് പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ അതേപോലെ പെരുംജീരകത്തിൻ്റെ പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഉപ്പും ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷമാണ് വീണ്ടും ഞാൻ കുറച്ചും കൂടി മസാലപ്പൊടി ചേർത്തിട്ട് പൊരിച്ചെടുക്കുന്നത്. പിന്നെ കുക്കറിൽ അത് ഒരു 4-5 വിസിൽ വരുന്നവരെ വരുത്തിക്കണം. പിന്നെ ഈ വറ്റൽമുളക് ഇപ്പോൾ മഴയത്ത് വേഗം പൂപ്പൽ വരും കേട്ടോ. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഞെട്ടിയൊന്നും കളയണമെന്നില്ല കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി, ഒന്നും ആവില്ല. പിന്നെ പാൻ അടുപ്പത്ത് വെച്ച് കടുകിട്ട് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ വറ്റൽമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, വെല്ലുള്ളി എന്നിവ കൂടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം ഒന്ന് വാടി വന്നോട്ടെ കേട്ടോ. എന്നതിൻ്റെ ശേഷം കുറച്ച് പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാലപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി ആക്കി കൊടുക്കട്ടോ. പച്ചമണം മാറുന്ന വരെ തന്നെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു പച്ചച്ചവ ഉണ്ടാവും. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് പിന്നെ കുറച്ച് തേങ്ങ ചിരവിയത് ബാക്കി ഉണ്ടായിന്. അപ്പോൾ അത് കുറച്ചേ ഉള്ളതിന് കേട്ടോ. പിന്നെയും ഞാൻ ചിരണ്ടണ്ടായി വെച്ചാൽ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ മുറിച്ച് അടുപ്പത്തേക്ക് ഇട്ടപ്പോഴാണ് തോരന് മുറിച്ചത് കുറേ ആയി പോയത് കാണുന്നത്. അപ്പോൾ തേങ്ങ കുറച്ച് കുറവുണ്ട്. നിങ്ങൾക്ക് വേണം ഇത്തിരി കൂടിയൊക്കെ തേങ്ങ ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിന്. തേങ്ങ ഒക്കെ ഇട്ടതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേനോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ച്, ഒരുപാട് വെള്ളമായി പോകണ്ട കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് വരും, ഒരുപാട് വേവൊന്നുമില്ല ഈ ശീമച്ചക്കക്ക്. അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒരു 10 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. പണ്ടൊക്കെ ഈ വലിയ പെരുന്നാളായാൽ നമ്മൾ ആ ബീഫ് ഉണ്ടാവുമല്ലോ അത് പൊരിച്ചിട്ടാണ് കേട്ടോ അധികം കഴിക്കൽ. കണ്ടമാനം കിട്ടിയതില്ല. അന്നൊക്കെ ഈ പള്ളിയിലേക്ക് കൊടുക്കുന്ന പതിവില്ലല്ലോ. എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ അധികം ഓരോരുത്തർ വീട്ടിലത്തെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് സ്ഥലമൊക്കെ ഉള്ളവർ അന്നൊക്കെ സ്ഥലങ്ങളും ഉണ്ടല്ലോ. അത് നല്ലോണം അറുത്തിട്ട് നല്ലോണം കുറേ വെച്ചാൽ കുറേ ഒരു 5-6 പൊതി 7 പൊതിയൊക്കെ നമുക്ക് കിട്ടലുണ്ടായിനി പണ്ടൊക്കെ. എന്നിട്ട് അത് പൊരിച്ച് ഈ പെരുന്നാൾ പിറ്റേന്ന് അതിൻ്റെ പിറ്റേന്നൊക്കെ ഇങ്ങനെ ഈ പല്ലിങ്ങനെ വേദനിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇങ്ങനെ ഇത് പൊരിച്ചത് കഴിച്ചിട്ട് അന്നാണ് കൊളസ്ട്രോളും ഷുഗർ പ്രഷർ അങ്ങനത്തെ ഒരു കുഴപ്പമില്ലാത്ത സമയമാണല്ലോ. പണ്ട് വെച്ചാൽ ഒരു 10-15-20 കൊല്ലം മുമ്പ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയാണ് കുട്ടികളൊക്കെ ചെറുതാകുന്ന സമയത്ത് ഇങ്ങനെ അത് കൊണ്ടുവരുന്നത്. പിന്നെ അത് മോരുകറി ഉണ്ടാക്കിന് കേട്ടോ. മോര് വെച്ചാൽ തേങ്ങ അരയ്ക്കാത്ത ഇത് ഞാൻ റീൽസായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇട്ടിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ബീഫ് നല്ലോണം ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി കറുത്തു കേട്ടോ, കരിഞ്ഞൊന്നും പോയതല്ല, ലേശൊരു കറുപ്പ് വന്നിട്ടുണ്ട്. പിന്നെ തോരനും മോരുകറിയും ഇറച്ചി പൊരിച്ചതൊക്കെ കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ അന്ന് ചോറ് കഴിച്ചിട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ വേറൊരു ദിവസം എടുത്തത് കഴിഞ്ഞിട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അത് വീണ്ടും നമുക്ക് ഇന്നത്തെ ദിവസത്തേക്ക് തന്നെ വരാം കേട്ടോ. അപ്പോൾ അന്ന് പണിയൊക്കെ കഴിഞ്ഞ് എല്ലാ ക്ലീനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ഇന്നിപ്പോൾ ഒരു വൈകുന്നേരത്തേക്ക് കൊടുക്കാനുള്ള ഒരു ഓർഡർ ഉണ്ട് കേട്ടോ. ഒരു 7 മണിയാകുമ്പോൾ കൊടുക്കണം. മുട്ടമാരി മുട്ട സുർക്കിയാണ്. അപ്പോൾ ഓർഡർ എന്താ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ കിടപ്പ് ഇതാവില്ല. അതുമല്ല അവിടെ ഇരിക്കാനും നിൽക്കാനും ഒന്നും തോന്നൂല കേട്ടോ. എനിക്ക് പെട്ടെന്ന് അത് ഉണ്ടാക്കി സെറ്റാക്കി വെച്ചാലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അടുക്കളയിലേക്ക് തന്നെ വന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോൾ ഓർഡർ കിട്ടുകയാണെങ്കിലും അടുക്കളയൊക്കെ ആദ്യം തന്നെ ക്ലീൻ ആക്കി വെക്കും കേട്ടോ. എല്ലാ പാത്രങ്ങൾ കഴുകാനുണ്ടെങ്കിൽ കഴുകി വെക്കും, കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് ക്ലീൻ ആക്കി വെക്കും. പിന്നെ അതേപോലെ അടിച്ച് വാരലൂണ് തുടയ്ക്കുന്ന ദിവസമാണെങ്കിൽ തുടയ്ക്കും. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ പണിക്ക് വരൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുഹറം 1 നമ്മൾ സുബഹിക്ക് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നല്ല ക്ലീനായിട്ട് നമ്മൾ ആ നിസ്കാരത്തിൻ്റെ ആ ഒരു ഓളോട് കൂടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു വെള്ള പേപ്പറിൽ, വലിയൊരു പേപ്പറിൽ ഇതേപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഫത്തവും കിസറും ഒന്നും ഇല്ലാതെ നമ്മൾ എഴുതണം. 113 പ്രാവശ്യം എഴുതണം കേട്ടോ. അത് ലൊഹറിൻ്റെ മുമ്പ് തന്നെ എഴുതണം. അങ്ങനെ എഴുതി വെച്ചാൽ നമ്മൾ ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. ഇതത് ഞാൻ കഴിഞ്ഞ വർഷം എഴുതി വെച്ചതാണ് കേട്ടോ അത്. അപ്പോൾ ഇനി നാളെ ഒന്നും കൂടി എഴുതണം. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അത് തീർച്ചയായിട്ടും നടക്കും. ആ ഒരു ഉറപ്പുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്കും കൂടി ഇത് ഷെയർ ചെയ്ത് തരുന്നത്. പിന്നെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചാണ് കേട്ടോ എഴുതേണ്ടത്. വലിയ അക്ഷരത്തിലൊന്നും എഴുതണ്ട. പിന്നെ വേറൊരു കാര്യം, ഇത് നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട. ഇത് ഖുറാനിലോ ഹദീസിലോ ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ നല്ല ആളുകളുണ്ടാവുമല്ലോ, അപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടും അവർക്ക് ഫലം കിട്ടിയിട്ടുള്ളതായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഖുറാൻ്റെ വചനങ്ങളല്ലേ. അപ്പോൾ അത് നമ്മൾ അത് എഴുതിയിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മൾ പേഴ്സിലോ അല്ലെങ്കിൽ അലമാരിയിലോ പിന്നെ അതേപോലെ കടകളിലെ മേശയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്ത് അത് വെക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മളെ ബാഗിൽ കൊണ്ട് നടന്നാലും മതി, കൈ പിടിക്കല്ല, ബാഗ് കൊണ്ട് നടന്നാലും മതി. ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നുള്ള കാര്യം എനിക്കൊരു അനുഭവം വന്നതിനെ കൊണ്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നാളെ മുഹറം 1. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് തന്നെ ചെയ്യാണ് കേട്ടോ. ഇന്ന് വൈകുന്നേരം തന്നെ പോസ്റ്റ് ചെയ്യാണ്. കാരണം നാളെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട്. ഒന്നുകൂടി പറയാണ്, നെഗറ്റീവായിട്ടൊന്നും പറയണ്ട. പിന്നെ വേറെ ഒന്നും കാര്യം ചിന്തിക്കുക വേണ്ട. നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലോ താല്പര്യമാണെങ്കിൽ മാത്രം അത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് അത്രയും അനുഭവം അയക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ പ്രത്യേകം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അത് ആ മുഹറം 1 പകലും ആണ് കേട്ടോ ഇത് എഴുതി വെക്കേണ്ടത്. അപ്പോൾ സുബഹിക്ക് ശേഷമാണ് ചെയ്യേണ്ടത്. ലൊഹറിൻ്റെ മുമ്പേ തന്നെ നമ്മൾ എഴുതിയിട്ട് വെള്ള പേപ്പറിൽ ആ ഒരൊറ്റ പേജിൽ തന്നെ എഴുതണം കേട്ടോ. അത് മറന്നു പോകരുത്. 2-3 പേജിലാക്കി എഴുതരുത്. ആ ഒരു വലിയൊരു പേജ് എടുത്തിട്ട് അതിൽ നമ്മൾ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ അതോട് കൂടിയിട്ട് എഴുതുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നല്ല ഫലം കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ അത്. പിന്നെ ഞാൻ ഒരു പുസ്തകം വായിച്ചാണ് കേട്ടോ അത്. എനിക്ക് ഈ കൊലപാതകമൊക്കെ അന്വേഷിക്കണുണ്ടല്ലോ, അങ്ങനത്തെ കഥകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഡിറ്റക്റ്റീവായിട്ടുള്ള അങ്ങനത്തെ ഒരു കഥയാണ് കേട്ടോ അത്. അങ്ങനത്തെ ഓരോ എന്താ പറയുക, ഈ പോലീസിൻ്റെയും അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് വായിക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ആ പ്രാവശ്യം എടുത്തുകൊണ്ടുവന്ന ബുക്കാണ്. അതൊന്ന് വായിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഞാനത്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. പിന്നെ മുട്ടമാലൻ്റെയും മുട്ടസുർക്കൻ്റെയും ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴേക്കും എൻ്റെ പണികളൊക്കെ തീർത്തിട്ടുണ്ടായിന്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ റീൽസായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടി. അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ ആണ്ടിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അന്നത്തെ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.